ഹായ് ഡിയേഴ്സ്, നിങ്ങളെല്ലാവരും നമ്മുടെ ഹോം ടൂർ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. കയറി വരുമ്പോഴേ നമ്മുടെ നാട്ടിലെ പോലെയല്ല, കയറി വരുമ്പോഴേ ഡൈനിങ് ഹാളാണുള്ളത്. ഡൈനിങ് ഹാളിൽ ടേബിളുണ്ട്, ചെയറുണ്ട്, അവിടെ ബാസ്ക്കറ്റിൽ ഫ്രൂട്ട്സ് ഉണ്ട്, നമുക്ക് വാട്ടർ ബോട്ടിലുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ലിവിങ് ഏരിയ. നമ്മൾ മിക്കവാറും നൈറ്റൊക്കെ ലൈവൊക്കെ ചെയ്യുന്നത് ഈ സെറ്റിയിൽ ഇരുന്നിട്ടാണ്. നമ്മുടെ ലിവിങ് റൂമിൽ ടി വി ഉണ്ട്, പിന്നെ 1-2 പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഒരു ഗ്രാജുവേഷൻ പങ്കെടുത്തു, അപ്പോൾ എടുത്ത ഫോട്ടോയാണിത്. പിന്നെ ഇത് കുക്കുവിൻ്റെ സ്കൂളിലെ ഫോട്ടോ, മണി പ്ലാന്റ്, കുക്കുവിന് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്, അതൊക്കെയാണ് ഇവിടെയുള്ളത്. ലിവിങ് ഏരിയയിൽ നിന്ന് പുറത്തോട്ടുള്ള ഡോറാണ് നമ്മുടെ ബാൽക്കണി. ബാൽക്കണിയിലാണ് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ. ഇതാണ്, ഇവിടെ ഇരുന്നാണ് എപ്പോഴും ഞാൻ ലൈവ് ചെയ്യുന്നത്. ആ ചെയറിലിരുന്നാണ് ലൈവ് ചെയ്യുന്നത്. നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നട്ടുപിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് ഇതെല്ലാം കുറേയൊക്കെ ഫ്ലവറായി വരുന്നുണ്ട്. റോസൊക്കെ ഉണ്ട്. ഇത് റോസ്മേരിയാണ്. പിന്നെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ കൂടുതൽ റിലാക്സ് ആവുന്നത് ഈ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഇതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. നമ്മുടെ ലൈവിലൂടെ മിക്കവാറും ഞാൻ കാണിച്ചു തരാറുമുണ്ട്. മിക്കവാറും പകൽ സമയങ്ങളിൽ ഞാൻ ലൈവ് ചെയ്യുന്ന ഇവിടെ ഇരുന്നിട്ടാണേ. ഇനി ബാൽക്കണിയിൽ നിന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിനി അങ്ങോട്ട് റൂംസാണ്, നമ്മുടെ ബെഡ്റൂംസ് ഒക്കെയാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ ചെറുതാണ്, വളരെ ചെറുതാണ്. ഞാൻ ഇവിടെ നിന്നാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇത് രാവിലത്തെ നമ്മുടെ കറികളൊക്കെ വെച്ചതാണ് ഇരിക്കുന്നത്. നമ്മുടെ എഗ്ഗിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. ഇത് ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയാണ്, നമ്മുടെ ചൈന ടൗണിൽ നിന്ന്. പിന്നെ പാത്രങ്ങളൊക്കെ രാവിലെ കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് റൈസ് ഉച്ചക്കത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കുടിക്കാനുള്ള വെള്ളമാണ്. നമുക്ക് ഇവിടെ നല്ല കുടിക്കാനുള്ള വെള്ളം ഇച്ചാൻ്റെ ഓഫീസിൽ നിന്നാണ് കൊണ്ടുവരുന്നത്, അപ്പോൾ അതവിടെ വയ്ക്കും. പിന്നെ ഇവിടെ ഹീറ്റർ, മിക്സി, എയർ ഫ്രയർ, പിന്നെ ഇത് കറികളൊക്കെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കബോർഡ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ ബോക്സൊക്കെ വെച്ചിരിക്കുന്ന കുക്കുവിന് ആവശ്യമുള്ളത്, ഇച്ചാൻ ആവശ്യമുള്ളതൊക്കെ ലഞ്ചും കറികളൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ബോക്സാണ്. പിന്നെ ഫ്രിഡ്ജ്, നമ്മുടെ വെജിറ്റബിളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ബാസ്ക്കറ്റ്. ഇത് നമ്മുടെ വെള്ളമാണ്. ഇത് ഓഫീസിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. നമുക്ക് കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളം പുറത്തുനിന്ന് മിനറൽ വാട്ടറാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ ഇടനാഴി പോലെയാണേ. നമ്മൾ കിച്ചൺ കഴിഞ്ഞ് പിന്നെ മുൻപോട്ട് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ നമ്മുടെ ബാത്റൂമാണ്. ഇത് ഫിയോണ യൂസ് ചെയ്യുന്ന ബാത്റൂമാണ്, ഫിയോണയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇനി നമ്മൾ റൈറ്റ് സൈഡിലെ ബാത്റൂം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുക്കുവിൻ്റെ റൂമാണ്. ഇതാണ് കുക്കുവിൻ്റെ റൂം. കുക്കുവിൻ്റെ ബെഡാണ്. ഇത് ഈ മൊസ്കിറ്റോ നെറ്റ് ഇടാനായിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ മൊസ്കിറ്റോ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നില്ല. ഒരു ബെഡുണ്ട്, ഫാനുണ്ട്, പിന്നെ കുക്കുവിൻ്റെ ഒരു കബോർഡുണ്ട്. കുക്കുവിൻ്റെ ഡ്രസ്സ്, അവൻ്റെ ടോയ്സ് ഒക്കെ വെച്ചിരിക്കുന്നതാണ് ഈ കബോർഡിൽ. നമ്മൾ കയറാൻ പോകുന്നത് ഫിയോണയുടെ റൂമിലേക്കാണ്. ഫിയോണയുടെ റൂമിൽ ഒരു സിംഗിൾ ബെഡുണ്ട്. നമ്മുടെ ഇൻവെർട്ടറൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഫിയോണയുടെ റൂമിൽ ഒരു വലിയ കബോർഡൊക്കെ ഉണ്ട്, ജാക്കറ്റൊക്കെ കിടപ്പുണ്ട്. ഇത് ഫിയോണയുടെ കുറച്ച് ഡ്രസ്സുകളും എൻ്റെ ഡെയിലി യൂസ് ഡ്രസ്സുകളൊക്കെയാണ് ഈ റൂമിലുള്ളത്. ഇനി നമ്മൾ ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് ഇതാണ് 3ാമത്തെ റൂം, നമ്മുടെ മെയിൻ ബെഡ്റൂം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം. ഇതാണ് ബെഡ്. ഓരോ ടീപ്പുണ്ട്, ഇവിടെയും കബോർഡുണ്ട്. നമ്മുടെ കിച്ചൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ബാത്റൂം അറ്റാച്ച്ഡാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക്
ലെഫ്റ്റ് സൈഡിൽ കുക്കുമോൻ്റെ റൂം. ഈ കാണുന്നത് കുക്കുമോൻ്റെ റൂമാണ്. റൈറ്റ് സൈഡിൽ ഫിയോണയുടെ റൂമാണ്. കിച്ചൺ. മുൻപോട്ട് പോകുമ്പോഴത്തേക്ക് ലിവിങ് ഏരിയ. റൈറ്റ് സൈഡിൽ നമ്മുടെ ഡൈനിങ് ഏരിയ. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്.